ഓം ശാന്തി. ഏകാഗ്രതയോടെ മനസ്സിനെ ഞാൻ എൻ്റെ സൂക്ഷ്മ സത്യസ്വരൂപത്തിൽ സ്ഥിരമാക്കുന്നു. ഞാൻ ആത്മാ പ്രകാശിക്കുന്ന ഒരു കൊച്ചു നക്ഷത്രമാണ്. ദേഹത്തിൽ നിന്നും വേറിട്ടിരിക്കുന്ന ഞാൻ ശാന്തിയുടെയും ശക്തിയുടെയും സ്വരൂപമാണ്. എൻ്റെ മനസ്സിൽ സുപ്രീം സ്റ്റാർ സർവശക്തിവാൻ ശിവബാബയുടെ ശക്തിശാലി ഓർമ്മയാണ്. മനസ്സിൻ്റെ കണ്ണുകൾ മുകളിൽ പരമധാമത്തിലിരിക്കുന്ന സുപ്രീം ബാബയുടെ മേലെ സ്ഥിരമാക്കുന്നു. പരമധാമത്തിൽ വിരാജമാൻ സർവശക്തിവാൻ ശിവപിത പവിത്രതയുടെ സാഗരമാണ്. ബാബയുടെ ദിവ്യ കിരണങ്ങൾ ഞാൻ ആത്മാവിന് മേലെ വർഷിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കിരണങ്ങളാൽ യോഗാഗ്നി പ്രജ്വലിതമാകുകയാണ്. യോഗാഗ്നിയിൽ തപിച്ച് ഞാൻ ആത്മാവിൽ ഒളിഞ്ഞിരിക്കുന്ന വികാരങ്ങൾ ഓരോന്നോരോന്നായി പുറന്തള്ളപ്പെടുകയാണ്. കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം സർവ്വതും ഓരോന്നായി എന്നിൽ നിന്നും വിട പറയുന്നു. ജന്മജന്മങ്ങളായി ആത്മാക്കളിൽ പിടിച്ചിരിക്കുന്ന വികാരങ്ങളുടെ കറ നീങ്ങിപ്പോകുന്നു, ഇളകിപ്പോകുന്നു. യോഗാഗ്നിയിൽ തപിച്ച് വികാരങ്ങളുടെ മുഴുവൻ കറകളും ഇളകിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ആത്മാ വീണ്ടും ശുദ്ധവും നിർമ്മലവും പാവനവുമായിരിക്കുന്നു. എൻ്റെ ഉള്ളിൽ ഇപ്പോൾ കേവലം ശാന്തിയാണ്, ശക്തിയാണ്, പവിത്രതയാണ്, സ്നേഹമാണ്. ഞാൻ ആത്മാ സർവവികാരങ്ങളിൽ നിന്നും മുക്തമായിരിക്കുന്നു, സദാ യോഗയുക്തമാകുന്നു. ഞാൻ ആത്മാ സദാ പാവൻ, എവർ പ്യുവർ ബാബയുടെ ഓർമ്മയാകുന്ന അഭേദ്യമായ കോട്ടയ്ക്കുള്ളിലാണ്. ഇതിനുള്ളിൽ യാതൊരു വികാരങ്ങൾക്കും എന്നെ സ്പർശിക്കാനാകില്ല. ഞാൻ ആത്മാ സർവശക്തിവാൻ ബാബയോട് അഭേദ്യമായ സംബന്ധത്തിലാണ്. ഞാൻ ശിവബാബ സമാനമാകുന്നു. ഈ അനുഭൂതി എന്നെ സദാകാലത്തേക്ക് ലാഘവവും ശക്തിശാലിയുമാക്കുന്നു. ബാബ മുഴുവൻ ലോകത്തിൽ നിന്നും വികാരങ്ങളുടെ താപത്തെ അണച്ച് സർവരെയും ശീതളമാക്കുന്നു. ജ്ഞാനത്തിൻ്റെ മഴ ശീതളമാക്കി മാറ്റുന്നു. ജ്ഞാനത്തിൻ്റെ മഴയിലൂടെ
21 ജന്മങ്ങളിലേക്ക് നമ്മൾ ശീതളമായി തീരുന്നു. തത്വങ്ങൾ സദോ പ്രധാനമാകുന്നു. ബാബയിൽ നിന്നും ഇത്രയധികം സമ്പത്ത് പ്രാപ്തമാകുകയാണ്. പതിത പാവനനായ ബാബ എന്നെ ശീതളമാക്കുന്നു. ഞാൻ സ്വർഗത്തിന്റെ അധികാരിയാകുന്നു. അവിടെ ഒരു പ്രകാരത്തിലുള്ള ദുഃഖവും ഉണ്ടാകില്ല. ബാബ എൻ്റെ സേവനത്തിനു വേണ്ടി അടിമയായി വന്നിരിക്കുന്നു. പതിത ദേശത്തിൽ പതിത ശരീരത്തിലാണ് വന്നത്. ഈ പഠിപ്പിലൂടെ ഞാൻ ഉയർന്ന സമ്പാദ്യം പ്രാപ്തി ചെയ്യുന്നു. ഇത്രയും ഉയർന്ന അധികാരിയായിട്ടുപോലും ബാബയ്ക്ക് ഒരഹങ്കാരവുമില്ല. ഞാൻ ആത്മാഭിമാനിയായി ബാബയെ ഓർമ്മിക്കുന്നു. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിനു മുമ്പ് പരംപിത പരമാത്മാവ് എന്നെ രാജയോഗം പഠിപ്പിക്കുന്നു. എന്നെ ദുഃഖത്തിൽ നിന്നും മോചിപ്പിച്ച് വഴികാട്ടിയായി നിന്ന് കൂടെ കൊണ്ടുപോകുന്നു. ഞാൻ ആത്മാ നിരാകാരി ലോകത്തിൽ ബിന്ദുവിന് സമാനമായി വസിച്ചിരുന്നു. ഇപ്പോൾ ഈ ഡ്രാമ സ്റ്റേജിൽ പാർട്ട് അഭിനയിക്കാൻ വന്നതാണ്. ബാബ ആജ്ഞാകാരിയായ സേവകനാണ്. കുട്ടികൾ ദുഃഖിതരാകുമ്പോൾ ബാബ വന്ന് മനസ്സിലാക്കി തരുന്നു. ഞാൻ 84 ജന്മങ്ങൾ എടുക്കുന്നു. ഈ രഹസ്യം പരിധിയില്ലാത്ത അച്ഛനാണ് മനസ്സിലാക്കി തരുന്നത്. ബാബ എൻ്റെ സഞ്ചി അവിനാശി ജ്ഞാനരത്നങ്ങളാൽ നിറക്കുന്നു. ആരാണോ വികാരങ്ങളിലേക്ക് പോകാത്തത് അവരാണ് പാവനമായവർ. ബാബ പറയുന്നു, മന്മനാഭവ. അച്ഛനെ ഓർമ്മിക്കുന്നതിൽ നിന്നും ഞാൻ പാവനമാകുന്നു, സദോ പ്രധാനമാകുന്നു. ഇതാണ് യോഗാഗ്നി. ഇതിലൂടെ എൻ്റെ പാപമില്ലാതാകും. ഞാൻ ആത്മീയ പഠിപ്പിന്റെ ലഹരിയിലിരിക്കുന്നു. ബാബയ്ക്ക് സമാനം നിരഹങ്കാരിയാകുന്നു. സമ്പൂർണ്ണ നിർവികാരിയായി എനിക്ക് ദേവതാ പദവി നേടണം. ഒരിക്കലും വാടരുത്. ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. സ്ഥൂലവും സൂക്ഷ്മവും ഈ 2 രീതിയിലും സ്വയത്തെ ബിസിയാക്കി വെക്കുന്ന മായാജീത് വിജയിയാകുന്നു. സ്വയത്തെ സേവാധാരിയെന്ന് മനസ്സിലാക്കി ഉന്മേഷത്തോടെ സേവയിൽ ബിസിയാകുന്നു. അപ്പോൾ മായയ്ക്ക് അവസരം ലഭിക്കില്ല. സ്വയം തന്നെ ടീച്ചറായി ബുദ്ധിയെ ബിസിയാക്കി വെക്കുന്നതിന് ഡെയിലി പ്രോഗ്രാം ഉണ്ടാക്കുന്നു. അപ്പോൾ മായാജീത് വിജയിയായി മാറുന്നു.
നിശ്ചയത്തോടെയും ഉറപ്പോടെയും പറയുന്നു, ബാബ എന്നോടൊപ്പമുണ്ട്. എങ്കിൽ മായയ്ക്ക് സമീപത്തു പോലും വരാൻ സാധിക്കില്ല. ഓം ശാന്തി.